എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഓരോ ദിവസത്തെ ഹീലിംഗ് കഴിയുന്തോറും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ദിവസവും നമുക്ക് മഹാകാളി ഹീലിങ്ങിന് ആൾക്കാരുണ്ട്. പക്ഷേ ഓരോ ഹീലിങ്ങും ഓരോ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ സോൾ റിലീസ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ബാധ റിലീസ് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടേതായിട്ടുള്ള തടസ്സങ്ങൾ, വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ അത് മാറുന്നുണ്ട്, അത് ഹീലിംഗ് ചെയ്യുമ്പോൾ മാറുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ പ്രോപ്പർട്ടി വിറ്റുപോയ ആൾക്കാരുണ്ട്. ഭാര്യയും ഭർത്തയും തമ്മിലുള്ള വഴക്കുകൾ മാറിയ കേസുകളുണ്ട്. എല്ലാ കേസിലും ഇല്ല കേട്ടോ, അത് ചില കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പറയില്ല. കാരണം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഹീലിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്. ജനറലായിട്ടുള്ള ഹീലിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസങ്ങളിൽ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ കേട്ടോ. കാരണം ഞാൻ സംസാരിക്കാറില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കൂടുതൽ ഞാൻ ഫോണിൽ കൂടി ആൾക്കാരോട് സംസാരിക്കാറില്ല. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഈ ഒരു ഹൈ എനർജിയിൽ ഇരിക്കുന്ന ആളാണ്. എൻ്റെ എനർജി എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വരാതെ നോക്കുന്ന ആളാണ്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ റിലീസ് ചെയ്ത് കളയാൻ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഉള്ള ഒരാളാണ് നിങ്ങൾ വിളിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജിക്ക് അറിയാം. കാരണം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിനും പോസിറ്റീവിനൊക്കെ നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഇവരുടെ പവർ. ഇവർക്ക് വിളിക്കുന്ന ആളറിയാം, വിളിക്കുന്ന ആളുടെ കൂടെ ഇരിക്കുന്ന ശക്തികളെ അറിയാം, അയാളുടെ പവറിനെ പറ്റി അറിയാം, സ്പിരിച്വൽ പവർ അറിയാം. അവർക്കറിയാം ഇയാൾ എടുത്തു മാറ്റാൻ കഴിവുള്ള ആളാണെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇതുപോലെ ദൈവികമായ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയാറില്ലേ, ദേവിയാണ് മെയിനായിട്ട്. അത് മാത്രമല്ല, വേറെ ശക്തികളുണ്ട്, മുരുകനുണ്ട്, ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശക്തികളുണ്ട്. ഇവരെല്ലാം കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരിങ്ങോട്ടൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ പിടിക്കാൻ ശ്രമിക്കും, അവരെ വലിയിട്ട് പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ അറിയണില്ല, ഞാൻ അറിയാൻ സംഭവിക്കുന്നതാണ്, ബോധപൂർവമല്ല. അപ്പോൾ എനിക്കത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. കാരണം ഫസ്റ്റ് തന്നെ എനിക്ക് വരുന്നത് വയറിനായിരിക്കും പിടുത്തം വരിക, പിന്നെ കഴുത്തിന് പിടുത്തം വരും, നെഞ്ചിന് പിടുത്തം വരും, കണ്ണിന് വേദന വരും, തലവേദന വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ എനിക്കത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബോധപൂർവം ചെയ്യാനിരിക്കുമ്പോൾ, ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ആ സമയത്ത് ഞാൻ ഹീലിംഗ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റത് യാദൃശ്ചികമായിട്ട് വരുന്നതാണ്. അപ്പോൾ വേറെ എനർജി എന്നെ അറ്റാക്ക് ചെയ്യുന്ന പോലെയുള്ള അവസ്ഥയായിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ച് സമയത്തേക്കെങ്കിലും എൻ്റെ എനർജീനെ ഡൗൺ ആക്കാനായിട്ട് ആ എനർജിക്ക് പറ്റും. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഫോൺ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്, നന്നായിട്ട് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് പക്ഷേ വ്യത്യാസമുണ്ട്. ഒരു നല്ല എനർജി ഉള്ള ഒരാളടുത്ത് സമയമുണ്ടെങ്കിൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള നിർവാഹമില്ല കേട്ടോ. കാരണം ഞാൻ ഹീലിംഗ് പരിപാടികൾ ഡെയിലി നമുക്ക് ഉള്ളതുകൊണ്ട് ഹീലിങ്ങിന് തന്നെ സമയം തികയുന്നില്ല. പിന്നെ ആൾക്കാരുടെ ഈ കമ്മ്യൂണിക്കേഷൻ, വാട്സാപ്പിലെ കമ്മ്യൂണിക്കേഷൻ, ഫേസ് റീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫേസ് റീഡിങ് മീൻസ് റോഡ് വെച്ചിട്ട് അവരുടെ എനർജി ഡിക്റ്റേറ്റ് ചെയ്ത് നെഗറ്റീവാണോ പോസിറ്റീവാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സമയങ്ങൾ, ഒത്തിരി ഫോട്ടോസാണ് ആൾക്കാർ അയക്കുന്നത്, ഒരെണ്ണമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ അയക്കുന്നുണ്ട്. എല്ലാവർക്കും വന്നത് അതാ ദിവസങ്ങളിൽ തന്നെ അയക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലത് ചിലപ്പോൾ വിട്ടുപോകുണ്ടാവും, ചിലരുടെ ഹീലിംഗ് വിട്ടുപോകുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഹീലിംഗ് 10-15 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താൽ പോലും ഞാൻ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റാറില്ല എനിക്കത് ചില സമയങ്ങളിൽ. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു അഹങ്കാരിയാണ്, ഞാനത് മനഃപൂർവ്വം ചെയ്യാത്തതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. പിന്നെ എൻ്റെ എനർജീനെ എനിക്ക് നോക്കണം, അതെപ്പോഴും ഒരു ഭീഷണിയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാതെയാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ. കാരണം ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സംഗതി ഞാൻ ദക്ഷിണ വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആരോഗ്യം വേണ്ട ചെയ്യാനായിട്ട്. ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പലപ്പോഴും എനിക്ക് അത് ഒരു ചലഞ്ചാണ്. മുമ്പൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് നമ്മളിരിക്കും, അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് റിലീസ് ചെയ്ത് കളയാനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരുപാട് പൂജകളും വഴിപാടുകളൊന്നും ചെയ്യുന്ന ആളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള രീതിയിൽ അവിടെ ഇരിക്കണ ദേവതയായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റും, സിമ്പിളായിട്ട് പറ്റും. ചിലപ്പോൾ ചില സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ വഴിപാടുകൾ നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല പല സമയങ്ങളിലും അമ്പലത്തിൽ വരാനൊന്നും. ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇവിടെ അമ്പലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ അമ്പലം അടച്ചു. ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം അമ്പലത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇരുന്നാലും എനിക്ക് അവിടെ ഇരിക്കണ ശിവൻ്റെ ക്ഷേത്രമാണ്, അവിടെ ഇരിക്കുന്ന ദേവതയായിട്ട് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഈ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ദയവ് ചെയ്ത് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ കൂടുതൽ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും ആളുകൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി. ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ കണ്ടു തുടങ്ങി. ലോക്കൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് എത്തി. എനിക്കതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. എന്നാലും സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതൊന്നും എനിക്കൊരു കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ കൂടുതൽ സമയം ആളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ വാട്സാപ്പിലേക്ക് പരമാവധി നിങ്ങൾ മെസ്സേജസ് അയക്കുക. ഓഡിയോ മെസ്സേജ് അയക്കുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടാത്ത 3 മിനിറ്റ് വരെ മാക്സിമം ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് ഇന്നതൊക്കെയാണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്ന് മാത്രം പറയുക. അപ്പോൾ എനിക്കത് കേൾക്കാനുള്ള സമയം കിട്ടും. നിങ്ങൾ ഒരു 25 മിനിറ്റിൻ്റെയൊക്കെ ഓഡിയോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സമയങ്ങൾ എനിക്ക് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ദയവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ എൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും ആൾക്കാർ അയക്കുന്നുണ്ട്. 25 മിനിറ്റിൻ്റെയും 30 മിനിറ്റിൻ്റെയൊക്കെ ഓഡിയോ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് ശ്രവിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾ തന്നെയാണ്. പണ്ടൊക്കെ ഞാൻ ഇവിടെ സമയമുള്ള സമയങ്ങളിലൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആൾക്കാരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് സാധിക്കുന്നില്ല. അതാണൊരു പ്രശ്നം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.